रेप और हत्या हुई, रेप और हत्या का केस दर्ज उनके ऊपर हो गया, लेकिन पूरे देश में हाईलाइट करना क्या सरकारों को बदनाम करने की साजिश है? भाई बांग्लादेश में 15 साल से जो आदमी सत्ता पे काबिज है, विपक्ष के नेता साहब जेलों में बंद हैं, तो यही तो और सोचता है। अब वे सारे बंद हैं, उन्हें भागने कहाँ दिया, सारे बंद है, यही हाल यहाँ होगा। ये ढूंढे नहीं मिलने के, जनता बहुत गुस्से में है। ये तो उस दिन जब ट्रैक्टर लेकर दिल्ली गए, ये उन्हें बहका दिया कि लाल किले पे चल जाओ। अगर ये उस दिन पार्लियामेंट की तरफ को कर देते, वो तो 26 जनवरी थी, नहीं तो 25 लाख आदमी थे, ये सारा का सारा काम उसी दिन निमट जाता केस। ये निमटेगा। നമസ്കാരം. ഭാരതത്തിനെതിരെ വിദ്വേഷം നിറഞ്ഞ പരാമർശവുമായി ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ വക്താവ് രാകേഷ് ടിക്കായത്ത് ബംഗ്ലാദേശിന് സമാനമായ സ്ഥിതി ഭാരതത്തിലും ഉണ്ടാകണമെന്നും മുൻപ് ചെങ്കോട്ടയിലേക്ക് നടത്തിയ ട്രാക്ടർ പ്രതിഷേധം പാർലമെന്റിലേക്ക് നടത്തണമെന്നായിരുന്നു എന്നുമാണ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്. 15 വർഷം ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചിരുന്നു. ഭരണത്തിനെതിരെയുള്ള കലാപമാണ് എന്നാൽ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായി ഇന്ത്യയിലും ആഭ്യന്തര കലാപം ഉണ്ടാകണമെന്നാണ് രാകേഷ് ടിക്കായത്ത് പറയുന്നത്. കൂടാതെ 2021 ജനുവരി 26 ചെങ്കോട്ടയിലേക്ക് നടത്തിയ ട്രാക്ടർ പ്രതിഷേധം പാർലമെന്റിലേക്കും നടത്തണമായിരുന്നു. അന്നെനിക്ക് അബദ്ധം പറ്റിയെന്നും രാകേഷ് ടിക്കായത്ത് പറയുന്നു. അതേസമയം ഭാരതത്തിനെതിരെ തിരിഞ്ഞ രാകേഷ് ടിക്കായത്ത് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന മമതാ സർക്കാരിന്റെ നടപടിയെയും ന്യായീകരിക്കുന്നുണ്ട്. ഡോക്ടറുടെ കൊലപാതകത്തിൽ മമതാ സർക്കാർ കേസെടുത്തിട്ടുമുണ്ട്. പിന്നെ എന്തിനാണ് സമരം നടത്തുന്നതെന്നും പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുമാണ് രാകേഷ് ടിക്കായത്തിന്റെ വാദം. പ്രതിഷേധം നടത്തുന്ന ആളുകൾ ക്രിമിനലുകളാണെന്നും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും രാകേഷ് ടിക്കായത്ത് പറയുന്നു. അതേസമയം 2021 ജനുവരി 26 രാജ്പഥിൽ സൈനിക പരേഡ് നടക്കുന്ന ഘട്ടത്തിലായിരുന്നു രാകേഷ് ടിക്കായത്തിന്റെ നേതൃത്വത്തിലുള്ള 20 ലക്ഷത്തോളം കലാപകാരികൾ രാജ്യ തലസ്ഥാനത്ത് വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടത്. ഏറ്റവും ഒടുവിൽ ചെങ്കോട്ടയ്ക്ക് മുകളിൽ ഖലിസ്ഥാൻ പതാക ഉയർത്തിയതുവരെ കാര്യങ്ങളും എത്തിയിരുന്നു. ആ നേതാവാണ് ഇപ്പോൾ ഭാരതത്തിനെതിരെ വിദ്വേഷപരമായ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.